ഇപ്പൊ നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ഒരു ചിമ്പാൻസിക്ക് പോകാൻ പറ്റുമോ സ്വർഗത്തില്? നല്ല ചിമ്പാൻസിയാ നന്നായിട്ട് ജീവിച്ച എനിക്കൊന്നും വിശ്വാസമില്ല. എനിക്ക് അറിഞ്ഞൂടി ഈ സ്വർഗത്തിലോട്ടും ഹെല്ലിലോട്ടും ഒക്കെ എന്താ മനുഷ്യന്മാർക്ക് മാത്രമാണോ പ്രവേശം? ഇപ്പം ഈ ഒരു പശുവിനോ പട്ടിക്കോ അല്ലെങ്കിൽ ഒരു കഴുതയ്ക്കോ ഇവർക്കൊക്കെ പോകാൻ പറ്റുമോ സ്വർഗത്തിൽ? അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടാ പോകാൻ പറ്റാത്ത? അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ഒരു ചിമ്പാൻസിക്ക് പോകാൻ പറ്റുമോ സ്വർഗത്തില്? നല്ല ചിമ്പാൻസിയാ നന്നായിട്ട് ജീവിച്ച അപ്പൊ എനിക്ക് അറിഞ്ഞൂടി ഈ സ്വർഗത്തിന്റെ നരകത്തിന്റെ റൂൾസ് എന്നത് മനുഷ്യന് മാത്രമേ പോകാൻ പറ്റൂ. അത് മനുഷ്യന് ഇത്രയും തെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ പോയാൽ ആ പാപം എല്ലാം പോകും സ്വർഗത്തിൽ. ഇതൊക്കെ ആര് പറഞ്ഞ എന്തൊക്കെ മണ്ടത്തിലാണ് എനിക്ക്. അപ്പൊ ഇതിനെയൊക്കെ കംപ്ലീറ്റ്ലി ഇത് എന്താണ് റിജക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നാച്ചുറൽ കോഴ്സ് ഓഫ് തിങ്സ്. ഞാനൊരു ഭയങ്കര അഹങ്കാരത്തോടെ എനിക്കെന്തോ എല്ലാം അറിയാന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ജസ്റ്റ് വെരി ഓബ്വിയസ്. ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇനി വരുന്ന തലമുറ ഇതിലൊന്നും വിശ്വസിക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും ഇനി വരുന്ന തലമുറയൊക്കെ വന്ന് അഹങ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും എനിക്കെല്ലാം അറിയാം എന്നുള്ള നിലക്ക് വാക്കിൽ തന്നെ തള്ളിക്കളയാണ്. അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇനി ഭയങ്കരമായൊരു ആർഗ്യുമെന്റ് വെച്ചിരിക്കുകയാണ്. മനുഷ്യന്മാരുടെ സ്വർഗത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചിമ്പാൻസി, കഴുത, പൂച്ച, പട്ടി ഇതിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒന്ന് സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്ന ബോധമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ കാര്യമായൊരു സംശയം. കാരണം എന്താ വെച്ചാൽ ഇത് ഓക്കെ, നമ്മളത് സംസാരിക്കുമ്പോഴെങ്കിലും മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരില്ല. ഇത് ഇപ്പോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ചിമ്പാൻസിക്ക് സ്വർഗം കിട്ടോ, പട്ടിക്കും പൂച്ചക്ക് സ്വർഗം കിട്ടോ? അതാണ് പ്രശ്നം. ഓക്കെ, എന്താണ് സ്വർഗം? ഈ സ്വർഗത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ് സ്വർഗം? എന്തിനാണ് മനുഷ്യൻ സ്വർഗം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യനും മറ്റു ജീവികളും വ്യത്യസ്തരായിട്ടുള്ളത്? ഓക്കെ, നമ്മൾ എപ്പോഴും ഹ്യൂമൻ എക്സെപ്ഷൻസും പറയാറുണ്ട്. മനുഷ്യാവകാശങ്ങളെ പറ്റി പറയാറുണ്ട്. എന്താണ് മനുഷ്യാവകാശങ്ങൾ? ചിമ്പാൻസി മനുഷ്യനോട് വളരെ സമാനമായിട്ടുള്ള ചിമ്പാൻസി അവകാശങ്ങളുണ്ടോ? അതേപോലെ തന്നെ പട്ടി അവകാശങ്ങൾ, പൂച്ച അവകാശങ്ങൾ. നമുക്ക് ജനറലി വളരെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾക്ക് അപ്പുറം മനുഷ്യൻ നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത് പോലെ ചിമ്പാൻസിയും പട്ടിനെയും പൂച്ചനെയും പറയാറുണ്ടോ? അല്ല, അതൊന്നും വേണ്ട. എന്തുകൊണ്ടാണ് ചിമ്പാൻസി ഇതുപോലെ പോഡ്കാസ്റ്റ് നടത്താത്തത്? അതാലോചിച്ച പോലെ ചിമ്പാൻസി എന്തുകൊണ്ടാണ് ഒരു TV ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാത്തത്? അപ്പോൾ അവിടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. മനുഷ്യനും മറ്റു ജീവികളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ TV ചാനൽ ഉണ്ടാകുന്നതും ഇന്റർവ്യൂ ഉണ്ടാകുന്നതും ഇമാതിരി കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുന്നതും ഒക്കെ മനുഷ്യന് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇനി ഓക്കെ, നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ട് നമുക്കിങ്ങനെ TV ചാനലും യൂട്യൂബും ഇന്റർനെറ്റും അതേപോലെ തന്നെ ഡിസ്കഷൻസും അതേപോലെ തന്നെ മതങ്ങളെക്കുറിച്ചുള്ള ചർച്ച, പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മനുഷ്യന് വിവേക ബുദ്ധിയുണ്ട്. അതായത് കൃത്യമായി കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ലോങ് ടേമിലായിട്ട് ചിന്തിക്കാനും അത് കോംപ്ലക്സ് ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനുണ്ട്. എന്നാൽ ചിമ്പാൻസി അല്ലെങ്കിൽ പട്ടി, പൂച്ച അവരൊക്കെ എന്താ വെച്ചാൽ അവർ ജനിക്കുന്ന പ്രകൃതത്തിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു പോവുക. അത് പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പിന്നെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൂച്ചക്ക് കിട്ടേണ്ട കുറച്ച് പാലുണ്ടാവും, അല്ലെങ്കിൽ അത് കുടിക്കും, അതങ്ങനെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. അതിനപ്പുറത്തേക്ക് അതെന്തെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിസം, ലിബറലിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആശയങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക, അങ്ങനത്തെ ഒന്നും ഒരു പൂച്ചക്കില്ലല്ലോ. മാത്രമല്ല ഇത് ഏറ്റവും പ്രധാന വെച്ചാൽ ഇപ്പോൾ സ്വർഗ്ഗം എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. സ്വർഗ്ഗം എന്തിനാണ്? ഹൽ ജസാ ഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ നന്മ ചെയ്തവർക്ക് കൊടുക്കുന്ന നല്ല പ്രതിഫലം, നല്ല ട്രീറ്റ്മെന്റ് ആണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മ ചെയ്തവർക്ക് കൊടുക്കുന്ന എന്താ പറയുക, വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്, ട്രീറ്റ്മെൻറ്റാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നന്മയും തിന്മയും ചെയ്യാൻ പറ്റണ്ടേ? ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. എത്ര ചിമ്പാൻസികളെ കണ്ടിട്ടുള്ളത്? മനുഷ്യനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ചിമ്പാൻസിയാണല്ലോ. മനുഷ്യൻ ഒരുപാട് ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്, വീട് പാർപ്പിടം കൊടുത്ത് സഹായിക്കാറുണ്ട്. അഥവാ ചെറിയ സ്കെയിലിൽ അപ്പുറത്ത് കാണുന്ന സഹജീവിക്ക് കൊടുക്കുന്ന സഹായമല്ല കേട്ടോ, എല്ലാ മൃഗങ്ങളിലും കാണാൻ പറ്റും. അതിനപ്പുറത്ത് ലാർജ് സ്കെയിലിൽ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യന് സാധിക്കും. ഇങ്ങനെ എത്ര ചിമ്പാൻസി ചെയ്യാറുണ്ട്? കാണാൻ കഴിയില്ല. ഇനി നേരെ മറിച്ച് ഇതേപോലെ തിന്മകൾ ഹിറ്റ്ലറിനെയും സ്റ്റാലിനൊക്കെ പോലെ ഈ കൂട്ടക്കൊല നടത്തിയ എത്ര ചിമ്പാൻസികൾ കാണാൻ പറ്റും? എത്ര പശുവിനെ കാണാൻ പറ്റും? എത്ര പട്ടിയെ കാണാൻ പറ്റും? എത്ര പൂച്ചനെ കാണാൻ പറ്റും? അഥവാ നന്മയും തിന്മയും അതിനെപ്പറ്റി ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ആ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനും മനുഷ്യനൊരു കഴിവുണ്ട്. അതാണ് മനുഷ്യനെ നന്മക്കുള്ള റിവാർഡായിട്ട് സ്വർഗം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക്, സ്വർഗം ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതാണ് മനുഷ്യനെ അവൻ ചെയ്യുന്ന തിന്മക്കുള്ള ഒരു എന്താ പറയുക, ശിക്ഷയായിട്ട് നരകം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഏത്? ഈ നന്മയും തിന്മയും കൃത്യമായി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കല്ലേ അതിനുള്ള റിവാർഡിനുള്ള ഓപ്ഷനുള്ളൂ. നന്മയും തിന്മയും ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല, മുന്നിൽ തെരഞ്ഞെടുപ്പുകളില്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങൾക്ക് എങ്ങനെയാ സ്വാഭാവികമായിട്ടും നന്മയും തിന്മയും മാത്രം മാനദണ്ഡമായിട്ട് കൊടുക്കുന്ന ഈ ലോകങ്ങൾ പറ്റുക? പിന്നെ അപ്പോൾ പറയുന്നത് വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ പോയാൽ എല്ലാ പാപങ്ങളും മാഞ്ഞു കളയും. എവിടെ? ആരാ പറഞ്ഞേ?
നമ്മളൊരു കാര്യത്തെ വിമർശിക്കുമ്പോൾ അതെന്താണ് സാധനം എന്നെങ്കിലും മനസ്സിലാക്കണം. എവിടെ നിന്നൊക്കെയോ കുറേ കഥകൾ കേട്ട് ആ കഥകൾ കുറേ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമ്മൾ തന്നെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുത്ത് അതിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തുന്ന ആളുകൾ അവരുടെ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം സംസാരിക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ കുറ്റം പറയല്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം കേട്ട കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ വിമർശന വിധേയമാക്കിയതായിരിക്കാം. പക്ഷേ നമ്മൾ പൊതുവായി മതങ്ങളിലുള്ള സ്വർഗ്ഗസങ്കല്പത്തെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താണ് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള മതങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ മോക്ഷ സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ സ്വർഗ്ഗസങ്കല്പങ്ങളും നരകത്തെക്കുറിച്ചുള്ള കൽപ്പനകളോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ് എന്ന് പരിശോധിക്കൽ എന്നുള്ളത് ഒരു മിനിമം ബാധ്യതയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല, ബോധവല്ല, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങളത് ഇനി നിങ്ങളെ പേഴ്സണൽ നിലപാടായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഫൈൻ. ഇത് പബ്ലിക്കിൽ എന്ന് പറയുമ്പോൾ, ഇത് ഒരുപാട് ആളുകളുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വിമർശിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് വേണ്ടേ. ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്തിയാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആരും പറയുന്നില്ല. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടും. പാപങ്ങൾ പൊറുക്കപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് എത്തുന്ന പറയുന്നത്. സ്വർഗത്തിലേക്ക് പോയാൽ പാപങ്ങൾ പൊറുക്കുന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇത് ചോദിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നന്മയും തിന്മയും ഉണ്ടാകുന്നത്. അതാണ് അടിസ്ഥാനം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിമ്പാൻസി ആകട്ടെ മറ്റ് മൃഗങ്ങളാകട്ടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഉപദ്രവിക്കുന്നുണ്ടാവും. അത് അവരുടെ പ്രകൃതത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഭാഗത്ത് മാത്രം വരുന്നൊരു കാര്യമാണ്. ആ രൂപത്തിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മനുഷ്യനാകട്ടെ ഒരേ സമയത്ത് ഹിറ്റ്ലറിനെ പോലെ, സ്റ്റാലിനെ പോലെ, അല്ലെങ്കിൽ വളരെ ക്രൂരതകൾ ചെയ്ത കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് ഇപ്പം നൗഷാദിനെ പോലെ മാൻഹോളിൽ വീണ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ നന്മകൾ ത്യാഗങ്ങൾ സഹിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഇത് മനുഷ്യനാണ് പറ്റുക. ഇങ്ങനെ, അതായത് തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം ഉണ്ടാവുകയും വിവേകബുദ്ധി ഉണ്ടാവുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നന്മയും തിന്മയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിന് ഒരു അർത്ഥം ഉണ്ടാവുക. അപ്പോഴാണ് നന്മ തിന്മ എന്നുള്ളതിന് അർത്ഥം ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് മറ്റ് ജീവികൾക്ക് അങ്ങനെ ഒരു വിവേകബുദ്ധിയോ ആ രൂപത്തിലുള്ള ഒരു ഇച്ഛാ സ്വാതന്ത്ര്യവും ഇല്ലാത്ത ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ തിന്മ എന്നുള്ളത് തന്നെ ഇല്ല. തിന്മ ഇല്ലാത്തവർക്ക് നന്മ കൊടുക്കുന്ന സ്വർഗവും തിന്മ കൊടുക്കുന്ന നരകവും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എത്ര പട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾ ചെയ്ത വളരെ നന്മയായിരുന്നു. അല്ലെങ്കിൽ പൂച്ചകൾ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾക്ക് അവർ ശിക്ഷിക്കാറുണ്ടോ? ഇല്ല. കാരണം അവർ ചെയ്യുന്ന നന്മയോ അവർ ചെയ്യുന്ന തിന്മയോ ആണെന്ന് നമുക്ക് അഭിപ്രായമില്ല. അവരുടെ പ്രകൃതത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണത്. ഇപ്പോൾ ഒരു പട്ടി വേറെ പട്ടി സഹായിക്കുന്നതാണ് ഇസ് നോർമൽ, ഒരു പട്ടി വേറെ പട്ടിയെ അടിക്കാന്നാണ് ഇസ് നോർമൽ. അതിൽ രണ്ടിലും തിന്മയും നന്മയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതിൽ മനുഷ്യൻ ഒരാളെ അടിക്കാന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് നോർമൽ. അതിൽ തിന്മ നമ്മൾ കാണും. മനുഷ്യനൊരാളെ സഹായിക്കാന്ന് പറഞ്ഞാൽ നന്മ നമ്മൾ കാണും. അപ്പോൾ ആ നന്മയും തിന്മ ഉള്ളിടത്തെ നന്മക്കുള്ള സ്വർഗവും തിന്മക്കുള്ള നരകമുള്ളൂ. നന്മയും തിന്മ ഇല്ലാത്തടത്ത് അത് വേണമെന്ന് പറയുന്നത് ഭയങ്കര ലോജിക് അല്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരു പക്ഷേ ഒരു ഭാഗം വരാൻ സാധ്യതയുള്ളത് നീതി എന്നുള്ളതിലായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ജീവി മറ്റൊരു ജീവിയെ ഉപദ്രവിച്ചാൽ അവിടെ ആ നീതി എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് നീതിക്കാണല്ലോ. അപ്പോൾ ഇവിടെ നീതിയുണ്ട്. അവിടെ പോലും ഇസ്ലാം പറയുന്നത് അവിടെ പോലും നീതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പോലും ഒരു ജീവി മറ്റൊരു ജീവിയെ ഉപദ്രവിച്ചാൽ, ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൊമ്പുള്ള ഒരു ആട് അതില്ലാത്ത ഒരു ജീവിയെ ഉപദ്രവിച്ചാൽ, ആടിനെ ഉപദ്രവിച്ചാൽ തിരിച്ച് പരലോകത്ത് വെച്ച് മറ്റേ ആടിന് എന്ത് ചെയ്യും, കൊമ്പ് നൽകപ്പെടുകയും തിരിച്ച് കുത്താൻ ഉള്ള എന്ന് വെച്ചാൽ ആ നീതി നടപ്പിലാക്കാനുള്ള ഒരു അവസ്ഥ അവരുടെ ഉണ്ടാക്കും. അതിനുശേഷം അവരെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പോലും പരിപൂർണ്ണ നീതിയുടെ ലോകത്തെക്കുറിച്ച് തന്നെയാണ് മതങ്ങൾ സംസാരിക്കുന്നത്. അവിടെ മൃഗങ്ങൾക്കിടയിൽ അവരുടെ പ്രകൃതത്തിന്റെ ഭാഗമായി വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കടക്കം പരിപൂർണമായി എല്ലാ തരത്തിലുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ടുള്ള പരിപൂർണ്ണ നീതി തന്നെയാണ് ഉണ്ടാവുക. അവിടെ ചിമ്പാൻസി ആണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും എല്ലാവർക്കും പരിപൂർണ്ണ നീതി തന്നെയാണ്. പക്ഷേ നന്മ തിന്മ എന്ന വേർതിരിവ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ രൂപത്തിൽ ഒരു വിവേക ബുദ്ധി വേണം. അത് തീരുമാനിക്കാനുള്ള ആലോചനയും ചിന്തയും വേണം. അങ്ങനെ ചിന്തിച്ചിട്ട് നന്മ ചെയ്യുമ്പോഴാണ് അത് നന്മയാവുക, ചിന്തിച്ചിട്ട് തിന്മ ചെയ്യുമ്പോഴാണ് അത് തിന്മയാവുക. അപ്പോഴാണ് അവിടെ പ്രതിഫലവും ശിക്ഷയും ആവശ്യമായിട്ട് വരും. അത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ഒരു സെക്കൻഡ് എടുത്തിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അഹങ്കാരത്തോടു കൂടി എനിക്കെല്ലാം അറിയാം, ബാക്കിയുള്ളതൊന്നും ഞാൻ ചിന്തിക്കൂല പഠിക്കൂല എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ ഇത് പറയുന്ന ആളുകൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്, അവരുടെ സ്വർഗത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നതിനപ്പുറം സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എന്താണ് സ്വർഗത്തെ പറ്റി പറയുന്നത് എന്നറിയാൻ ശ്രമിച്ചാലെങ്കിലും ഒരു പരിധി വരെ അതിന്റെ പ്രോബ്ലം സോൾവ് ആകുന്നതാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സമീപനത്തിനൊരു പ്രശ്നമാണ്. കാര്യമായി ഒരു പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാന്നുള്ളതാണ്. അതിൽ ഇപ്പൊ റിലീജിയനെ കുറിച്ചാണെങ്കിലും സെയിം രീതിയിലാണ് സംസാരിക്കുന്നത്. റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു സ്കാമാണ്. ഇഫ് അനന്തരാമൻ ഫ്യൂച്ചറിൽ ഇപ്പം ഒരു ഫാമിലി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾക്ക് റിലീജിയൻ ഉണ്ടാവും. റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു സ്കാമാണ്. അത് ഇത്തിരി ഒന്ന്
വായിച്ച് പഠിച്ച് നമ്മൾ ഇത്തിരി എഡ്യൂക്കേഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും റിലിജിയൻ ഒരു സ്കാം ആണെന്ന്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആൾക്കാർക്ക് ഓരോ കോംപ്ലക്സ് ഇതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ എന്താണോ, ചിലപ്പോൾ ഒരു ശക്തി ഉണ്ടാവാം, എനിക്ക് അതിൽ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. റിലീജിയൻ 2000 വർഷം മുമ്പ് കുറെ പേരിരുന്നു, കുറെ ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കി. ആ റൂൾ ബുക്കാണ് സത്യം. ഇതൊന്നും ആര് പറഞ്ഞു? വിശ്വാസമില്ല. റിലീജിയനെ പറ്റി എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. അപ്പോൾ റിലീജിയൻ ഒരു സ്കാമാണ്. എന്താ റിലീജിയൻ ഒരു സ്കാം ആണെന്നുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ ഇത് പ്രത്യേകം ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുമ്പും വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യം. ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ അതിന്റെ ലോജിക്കൽ പോയിന്റ്സ് ആണ് പറയേണ്ടത്. ഓക്കെ, റിലീജിയൻ സ്കാം ആണ്, ദാറ്റ്സ് യുവർ ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഒപ്പീനിയൻ. ഇനി നിങ്ങൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറയൂ. അല്ല, ഇതിൽ എന്തൊക്കെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ട് റൂൾ ബുക്സ് ഉണ്ട്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആൾക്കാർ കൂടി റൂൾ ബുക്സ് ഇറക്കി. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് റിലീജിയനെ നിങ്ങൾ എതിർക്കുമ്പോൾ റിലീജിയന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് എതിർക്കേണ്ടത്. ഒന്നാമത് മനസ്സിലാക്കുക, ഏതെങ്കിലും റിലീജിയൻ പറയുന്നില്ല 2000 വർഷങ്ങൾക്ക് മുമ്പാണ് റിലീജിയൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ദൈവം ഉണ്ടായിരുന്നോ ഒരു മതവും പറയുന്നില്ല. അവിടെ കുറച്ച് ആൾക്കാർ കൂടി റൂൾ ബുക്സ് ഉണ്ടാക്കിയെന്നും പറയുന്നില്ല. മനുഷ്യൻ എന്ന് കാലത്തുണ്ടോ അന്ന് മുതൽ ദൈവം മനുഷ്യനിലേക്ക് എന്ത് ചെയ്തു, സന്ദേശങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ വേറെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഈ ഒന്നാമത് മതത്തെക്കുറിച്ച് മതം പറയുന്നതല്ലാത്തൊരു കാര്യം ആരോപിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയെന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. പിന്നെ രണ്ടാമത്തത് ഓക്കെ റൂൾ ബുക്സ് ഉണ്ട്, ഓക്കെ, അതായത് ദൈവം മനുഷ്യനോട് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്താ അപ്പൊ അതെങ്ങനെ സ്കാം ആകുന്നത്? ഓക്കെ, അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്കാം ആവുക. സ്കാം എന്നല്ല, ഒരു പ്രശ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏത് പ്രശ്നം ആയിക്കോട്ടെ, ആ പ്രശ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാ പ്രശ്നം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ആ പ്രശ്നം നമ്മൾ എന്തിനാണ് ആരോപിക്കുന്നത് അതിലെ ചൂണ്ടിക്കാണിക്കണം. ഇതൊന്നുമില്ല, റിലീജിയൻ ഒരു സ്കാമാണ്, എന്തുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, ഞാനതിനെ പറ്റി മോശം അഭിപ്രായമാണ്, ഞാൻ അങ്ങനെ ഓക്കെ നിങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ സ്കാമാന്ന് പറയുന്നു. ഇതിപ്പോ നമുക്ക് എത്തിയത്തെ പറ്റി പറഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പൊ സമ്മതം അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം ആ ഒരു രീതിയിലേക്ക് ഒരു സ്കാമാണ്. എത്തീസം എന്ന് പറഞ്ഞ കുറെ ആളുകൾ അത് അവർക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ താങ്കൾക്ക് എത്തീസത്തിൽ ഒരു എത്തീസ് ഞാൻ വളരെ മോശമായിട്ട് കാണുന്ന ഒരാളാണ്. എന്നാലും ഒരിക്കലും ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തീസ്റ്റുകളായിട്ടൊക്കെ ഉണ്ട്, അവർക്ക് അവരുടേതായ കുറെ ന്യായങ്ങൾ പറയാം. അവരുടെ കുറെ ആവശ്യങ്ങൾക്ക് കൊണ്ട് എത്തിച്ചുകളാവുന്നല്ലേ. കുറെ ആളുകളുടെ മിക്ക ആളുകൾക്ക് അങ്ങനെ താല്പര്യ ആളുകൾ ഉണ്ടാക്കിയ ഒരു സ്കാമാണ്, അങ്ങനെ ഉണ്ടാക്കിയ സ്കാമാണ്. ലോജിക്കൽ പോയിന്റ്. യെസ്, അതേപോലെ തന്നെ റാൻഡം ആയിട്ട് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഇങ്ങനൊരു സ്കാമിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇനി ഇതിനെ ഇപ്പോൾ എത്തീസ് നമുക്ക് എന്തിലൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ സ്വതന്ത്ര ലൈംഗികത ആട്രിബ്യൂട്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യം എന്ന് പറയാം. അതേപോലെ തന്നെ നിയമങ്ങൾ അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പറയുന്ന കാര്യം എന്ന് പറയാം. ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു നിയമം എല്ലാം റിജക്റ്റ് ചെയ്യാണല്ലോ, അതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറയാം. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടി ഒരു അതോറിറ്റി ഇല്ലായിരിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയാം. ഇങ്ങനെ എന്തിലേക്കൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യാം എന്ന് വെച്ചത് അല്ലെങ്കിൽ ആ കാര്യം. വേറൊരു പ്രശ്നമുണ്ട്, സമതിപ്പം എത്തീസം സ്കാം ആണെന്ന് പറയുമ്പോഴും അതിനെ കുറെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു. അതായത് പിന്നെ പ്രപഞ്ചം തനിയുണ്ടായി അങ്ങനെയുള്ള കുറെ കാര്യം, അതേപോലെ തന്നെ അതിന്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലും ഇല്ലാതാണ് പറയുന്നത്, ഇതുപോലും ഇല്ലാതെ വെറുതെ സ്കാം. ഇപ്പൊ വേറെ ഏതെങ്കിലും ഉദാഹരണം കമ്മ്യൂണിസം ഒരു സ്കാമാണ്. കമ്മ്യൂണിസത്തിൽ എനിക്ക് വിശ്വാസമില്ല, കമ്മ്യൂണിസം ഒരു സ്കാമാണ് എന്ന് പറഞ്ഞാൽ കാരണം അവരോട് ഭരിക്കുന്നു, അത് സ്കാമാണ്. ഓക്കെ, ഭരിക്കുന്നതുകൊണ്ടെന്താ പ്രശ്നം അത് പറയില്ല, അവർ ഭരിക്കുന്നു. മാർക്സും എംഗൽസും ഒക്കെ കൂട്ടിട്ട് കുറച്ച് സ്കാമാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത്, ഇത് കേൾക്കുന്ന ആളുകളെങ്കിലും ഇത് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് സ്കാം ആണെന്ന് വാദിക്കാം, റിലീജിയൻ സ്കാം ആണെന്ന് വാദിക്കാം, ദൈവം ഇല്ലാന്ന് വാദിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ യു ഷുഡ് പ്രസന്റ് യുവർ ജസ്റ്റിഫിക്കേഷൻ. അതിന് ലോജിക്കലായ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ പറയാനല്ലാതെ അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ ഒപ്പീനിയൻ, ഞങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ. ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ ഇവർ പറയുന്ന പോയിന്റ് എന്താണെന്ന് ആലോചിക്കുക. എന്താ പറയുന്നത്, റൂൾ ബുക്സ് ഉണ്ട്, സോ സ്കാം ആണോ? അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മതം അനുസരിച്ച് ജീവിക്കുന്നു, സ്കാം ആണോ? ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ പറയാവുന്ന ജസ്റ്റിഫിക്കേഷൻ, ഒരുപാട് ആളുകൾ മതത്തിനനുസരിച്ച് അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നു, സ്കാം ആണോ? അതൊരു കാര്യം ഇമോഷണലി പ്രസന്റ് ചെയ്യുമ്പോൾ അത് ശരിയാണല്ലേ. ഫസ്റ്റ് ഒരു പ്രിമൈസ് പറയുന്നു, നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് ആകുന്ന രീതിയിൽ രണ്ടാമത്തെ ഒരു വാദം പറയുന്നു. ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് അത് തമ്മിൽ ബന്ധമുണ്ടല്ലേ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇയാൾ പറഞ്ഞു റിലീജിയസ് സ്കാമാണ്, കാരണം എന്താ റൂൾ ബുക്ക് ഉണ്ട്. അപ്പോൾ ആ പ്രസന്റേഷൻ രീതി കൊണ്ട് റൂൾ ബുക്ക് ഉണ്ട് ഈ സ്കാമാണ് ആണോ? റൂൾ ബുക്കുള്ള എല്ലാ സ്കാമാണോ? അല്ലല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ തോട്ട്സ് മുന്നിലേക്ക് വരുന്ന ഇങ്ങനത്തെ പ്രസന്റേഷൻ രീതികൾ കൊണ്ട് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യുക, ഒന്ന് ക്വസ്റ്റ്യനിങ് ദി ക്വസ്റ്റ്യൻസ് എന്ന് പറയും, ചോദ്യങ്ങളെ തിരിച്ചു ചോദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പലതിൻ്റെ ഉത്തരം ആ തിരിച്ചുള്ള ചോദ്യം ചെയ്യലിൽ മാത്രം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. യെസ്, അപ്പോൾ ആ രൂപത്തിൽ കുറച്ചുകൂടി ക്രിട്ടിക്കലായി ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ പല വിഷയങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരം വീഡിയോസൊക്കെ റെഫർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.